രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 452 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ച സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടുകളാണ് ലഭിച്ചത്. ജഗദീപ് ധൻകറിന്റെ അപ്രതീക്ഷിത രാജിയാണ് പുതിയ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്. RSSലൂടെ വളർന്നു വന്ന വ്യക്തിയാണ് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന CP രാധാകൃഷ്ണൻ. 2003 മുതൽ 2006 വരെ തമിഴ്നാട് BJPയുടെ അധ്യക്ഷനായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് മുൻപ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2023 ഫെബ്രുവരി 18 മുതൽ 2024 ജൂലൈ 30 വരെ ജാർഖണ്ഡിന്റെ ഗവർണറായും സേവനമനുഷ്ഠിച്ചു. പിന്നീട് കുറഞ്ഞ ദിവസങ്ങളിൽ തെലങ്കാന ഗവർണറും പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറുമായി സേവനം ചെയ്തു. 1957 ഒക്ടോബർ 20 തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജനനം. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ 1ാം നിലയിലുള്ള വസുധാ ഹാളിലാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടെടുപ്പ് നടന്നത്. രഹസ്യ ബാലറ്റ് അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. തുടർന്ന് അമിത് ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ, കിരൺ റിജിജു തുടങ്ങിയ മുതിർന്ന നേതാക്കളും വോട്ട് ചെയ്തു. പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും വോട്ട് ചെയ്തു. കണക്കുകൾ പ്രകാരം തുടക്കത്തിൽ തന്നെ 427 MPമാരുടെ പിന്തുണയോടെ രാധാകൃഷ്ണന് വ്യക്തമായ മുൻതൂക്കമുണ്ടായിരുന്നു. ലോക്സഭയിൽ അദ്ദേഹത്തിന് 293 വോട്ടുകളും രാജ്യസഭയിൽ 134 MPമാരുടെ പിന്തുണയും ലഭിക്കുമെന്നാണ് NDA കണക്കുകൂട്ടിയിരുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ 315 പാർലമെന്റ് അംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തിയെന്നായിരുന്നു പ്രതിപക്ഷ സഖ്യം അവകാശപ്പെട്ടിരുന്നത്. ഫലപ്രഖ്യാപനം വന്നതോടെ പ്രതിപക്ഷത്തു നിന്നും രാധാകൃഷ്ണന് വോട്ട് ലഭിച്ചുവെന്നാണ് മനസ്സിലാകുന്നത്.